ഒറ്റപ്പാലത്ത് മണിക്കൂറുകളുടെ വ്യത്യാസത്തിൽ രണ്ടിടങ്ങളിൽ തീപിടുത്തം. ഒറ്റപ്പാലം നഗരസഭാ ബസ് സ്റ്റാൻഡിലെ വ്യാപാര സ്ഥാപനത്തിലും പാലപ്പുറത്തെ ഗ്യാസ് ഗോഡൌണിന് സമീപത്തെ ഫ്ളാറ്റിലുമാണ് തീപിടുത്തമുണ്ടായത്. തിങ്കളാഴ്ച രാത്രിയോടെയാണ് ഒറ്റപ്പാലം നഗരസഭാ ബസ് സ്റ്റാൻഡിനകത്ത് പ്രവർത്തിക്കുന്ന വ്യാപാര സ്ഥാപനത്തിന് തീപിടിച്ചത്. ഷോർട്ട് സർക്യൂട്ടാണ് കാരണമെന്നാണ് പ്രാഥമിക നിഗമനം. തീ പടർന്നു പിടിച്ചതോടെ കടയ്ക്കുള്ളിലുണ്ടായിരുന്ന ഫ്രിഡ്ജ്, അവൻ, ഫ്രീസർ തുടങ്ങിയ ഇലക്ട്രിക്കൽ ഉപകരണങ്ങളെല്ലാം പൂർണ്ണമായും കത്തിനശിച്ചു. ഏകദേശം 2 ലക്ഷം രൂപയുടെ നാശനഷ്ടം സംഭവിച്ചതായി കടയുടമ അറിയിച്ചു. അഗ്നിരക്ഷാ സേനയുടെ സംയോജിതമായ ഇടപെടൽ കാരണം ബസ് സ്റ്റാൻഡിലെ മറ്റ് കടകളിലേക്ക് തീ പടരാതെ നിയന്ത്രിക്കാനായി. ഈ അപകടത്തിന്റെ നെട്ടൽ മാറും മുൻപാണ് ചൊവ്വാഴ്ച പുലർച്ചെ പാലപ്പുറത്ത് രണ്ടാമത്തെ തീപിടുത്തം ഉണ്ടാകുന്നത്. ഇവിടെ ഗ്യാസ് ഗോഡൌണിന് തൊട്ടടുത്തുള്ള ഫ്ളാറ്റിലെ ഗ്യാസ് സിലിണ്ടറിൽ നിന്നാണ് തീ പടർന്നത്. സമീപത്ത് ഗ്യാസ് ഗോഡൌൺ ഉണ്ടായിരുന്നതും ഫ്ളാറ്റിൽ നിന്ന് വലിയ രീതിയിൽ പുക ഉയർന്നതും പ്രദേശത്താകെ കനത്ത പരിഭ്രാന്തി പരത്തി. തുടർന്ന് ഷൊർണൂരിൽ നിന്നെത്തിയ ഫയർഫോഴ്സ് സംഘം ഏറെ നേരത്തെ പരിശ്രമത്തിനൊടുവിലാണ് തീ പൂർണ്ണമായും അണച്ചത്. 2 സംഭവങ്ങളിലും ആർക്കും പരിക്കേറ്റിട്ടില്ല എന്നത് ആശ്വാസകരമായി. തീപിടുത്തങ്ങളെക്കുറിച്ച് പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. വസ്ത്രവിസ്മയങ്ങളിലെ ഏറ്റവും പുതിയ ട്രെൻഡുകൾ ഏറ്റവും ആദ്യം അവതരിപ്പിച്ച കനിഹ വെഡിംഗ് സെന്റർ, ദ ഫാമിലി ഫാഷൻ ഡെസ്റ്റിനേഷൻ, ഒറ്റപ്പാലം ആൻഡ് വടക്കഞ്ചേരി.